വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ എയറോ മോട്ടോഴ്സിലാണ്. നമ്മുടെ ആ ഭാഗത്ത് എയറോ മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സംഭവം ഇന്നിവിടെ നടക്കാനായിട്ട് പോവുകയാണ്. ഏതൊരു വാഹനം ആരാധിക്കുന്ന ആൾക്കാരുടെയും മനസ്സിൽ രോമാഞ്ചം കൊള്ളുന്നൊരു കാര്യമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല ഏതൊരു ഓഫ് റോഡേഴ്സിൻ്റെ മനസ്സിലും കാണുമ്പോൾ ഒരു കുളിർ നിൽക്കുന്നൊരു സംഭവമാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അധികം വൈകിപ്പിക്കാണ്ട് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോവാം. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഒരു വലിയൊരു ഫംഗ്ഷനാണ്. നമുക്ക് എന്താണെന്നുള്ളത് എയറോ മോട്ടോഴ്സിൻ്റെ GM തന്നെ നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ എല്ലാവിധ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. GM തന്നെ നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. GMൻ്റെ റൂമിലേക്ക് നമുക്ക് പോവാം. സാർ നമസ്കാരമുണ്ട് സാർ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഹീന്ദ്ര എയറോ മോട്ടോഴ്സിലെ തൃശ്ശൂർ ബ്രാഞ്ചിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് GM ആണ് ഇവിടുത്തെ. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ GM നമ്മുടെ അടുത്ത് പറയും ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളത്. അപ്പോൾ സാർ എന്താണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ന്യൂ താറിൻ്റെ ഒരു മാസ് ഡെലിവറിയാണ്. ഒരു 10ഓളം കസ്റ്റമേഴ്സിന് ഒന്നിച്ച് ഡെലിവറി കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അത് വലിയൊരു അപ്പോൾ അതെ എല്ലാ കസ്റ്റമേഴ്സിനും ക്ഷണിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടായതുകൊണ്ട് ശരിക്കും ഇങ്ങനെയല്ല, ഒരു 20-25 കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടായതുകൊണ്ട് വെഹിക്കിൾ മൊത്തമായിട്ട് എത്തിയിട്ടില്ല. പിന്നെ TP മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് TP പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു 10 കസ്റ്റമേഴ്സിന് നമ്മൾ ഫസ്റ്റ് എന്നിട്ട് നാളെ ദീപാവലിയൊക്കെയാണല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ അതെ. അപ്പോൾ സാർ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര താർ ആദ്യമായിട്ട് ഈ ഒരു ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ല, ന്യൂ താറിന്റെ ഒരു മാസ് ഡെലിവറി ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനുള്ള ഫസ്റ്റ് ഡെലിവറി ഇതാണ്. പക്ഷേ നിങ്ങൾ മുന്നേ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അതെ. ഞങ്ങളുടെ കൃഷ്ണ മിൽസിന്റെ MD ഉണ്ട്, മിസ്റ്റർ ജയനരൻ. അദ്ദേഹത്തിനുള്ള ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈവീൽ ഗ്രൂപ്പിന്റെ MD ഉണ്ട്, മിസ്റ്റർ സുജേഷ് കോലത്തൊടി. അദ്ദേഹത്തിന്റെ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ട്. അത് 2 days ബിഫോർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇതിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഒത്തിരി ബിസിയുള്ള ആളുകളായതുകൊണ്ടും ഇങ്ങനെ പോയിട്ടുണ്ട്. ഡെലിവറി കൊടുത്തു. സാർ നമുക്ക് എയറോ മോട്ടോഴ്സ് കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ നമുക്ക് എയറോ മോട്ടോഴ്സ് ശരിക്കും തൃശ്ശൂരിൽ നിന്ന് കേരളത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾക്കുണ്ട്. ഇതുപോലത്തെ മെയിൻ ഷോറൂമുകൾ 6 പിന്നെ 17 ഔട്ട്ലെറ്റുകളുണ്ട്. 17 ഔട്ട്ലെറ്റുകൾ ഇതേപോലെയുള്ള മെയിൻ ഫെസിലിറ്റിയുള്ള 6 ഷോറൂം. അതെ. ഈ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഹീന്ദ്ര വെഹിക്കിൾസ് ചെയ്യുമ്പോഴും പറയാറുണ്ട്, വളരെ വലിയൊരു ഷോറൂമാണ്. ഐക്കോണിക് മുകളിൽ കാർ കയറ്റി വെച്ചതൊക്കെ ഫ്രണ്ടിൽ തന്നെ ഒരു കാറ് ഫ്രണ്ടിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മഹീന്ദ്ര വെഹിക്കിൾസ് എല്ലാം കേരളത്തില് തൃശ്ശൂർ മുതലുള്ള വാഹനങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ലഭിക്കാൻ പറ്റുന്ന പോലെ ഒത്തിരി ബുക്കിംഗ് ഉണ്ട് ന്യൂ താറിന്. നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും വേണ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാനായിട്ട്. കുറേ പേര് വെയിറ്റിംഗ് ആണ്. പിന്നെ അറിയാലോ, ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ കരുതിയ പോലെ നടക്കില്ല. എങ്കിലും കുഴപ്പമില്ല. എന്തായാലും എല്ലാ കസ്റ്റമേഴ്സിനും ഇൻഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളനുസരിച്ച്. ഞാൻ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഫ്രണ്ടിൽ തന്നെ ആ ഗേറ്റിന്റെ ഭാഗത്തൊരു ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഷോറൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതേപോലെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാം നല്ല അടിപൊളിയായിട്ട് കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും. മൈക്കിലെ സൗണ്ട് പോകണ്ടെന്നുള്ളതിനാണ് മാസ്ക് മാറ്റി വെച്ചിട്ടുള്ളത്. മാസ്ക് ഉപയോഗിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചെയ്യണത്. ഓക്കെ. അപ്പോൾ സാറിന് ഞാൻ ഇന്ന് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ വൺഡ്രൈവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇത്തിരി സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.
അപ്പോൾ ഇതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 10 വണ്ടി ഒറ്റയടിക്ക് ഡെലിവറി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതും നമ്മളുടെ മഹീന്ദ്ര ഹീറോ മോട്ടോഴ്സ് തൃശ്ശൂരിൻ്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. അതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഇരുട്ടായിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫംഗ്ഷൻസ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മഹീന്ദ്ര വെഹിക്കിൾസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഏഴ് മോട്ടോഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഏതൊരു മഹീന്ദ്ര വെഹിക്കിൾസിൻ്റെ കാര്യങ്ങൾക്കും അവരായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏഴ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ഒരു വലിയൊരു ഷോറൂമാണ് ഉള്ളത്. അവർക്ക് വലിയ രീതിയിൽ തന്നെ വെഹിക്കിൾസ് അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.